അള്ളാഹു അവിചാരിതമായി അദൃശ്യമായി നമുക്ക് തിരിയാത്ത മാർഗത്തിലൂടെ കിട്ടുന്ന മഹത്തായ ഗുണമാണല്ലോ ബർക്കത്ത്. ആ ബർക്കത്ത് പടച്ചവനിൽ നിന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് പടച്ചവന്റെ വഹയി പ്രകാരം പടച്ചവന്റെ ദൂതരായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം തരുമ്പോ ഇത് ശരിക്ക് കൃത്യമായ അറിവാൻ. അത് പാലിച്ചുകൊണ്ട് നമ്മൾ ബർക്കത്ത് നേടുക. നബി വിവരിക്കുന്നു, കീലു ത്വആമകും യുബാറക് ലക്കും ഫീ. ഒന്നാമത്, നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾക്ക് അളവും മറ്റുമൊക്കെ കൃത്യമായിരിക്കണം. പിടിന്ന് വാങ്ങുമ്പല്ല, വീട്ടിലെത്തിയ സാധനം അളന്ന് കൃത്യമാക്കണം. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് തീരെ ഇല്ലാത്ത പുതിയാപ്പിള എന്താ കൊണ്ടുവരുന്നത്, കുടുംബനാഥൻ എന്താ കൊണ്ട് അതൊരു വാങ്ങി വെക്കും, അതിനങ്ങനെ എടുക്കും. എത്രയാ കൊണ്ടുവന്നൊന്നുമില്ല, എത്രയാതായതൊന്നുമില്ല. എടി ഞാൻ എത്രയാ അരി കൊടുന്ന്, ഇനി അരച്ചാക്ക് കൊടുത്തിട്ട് കഴിഞ്ഞോ? അരച്ചാക്ക അരി എത്രയാന്ന് നമ്മളെ കെട്ടിയോളോന്ന് ചോദിച്ചു നോക്കണേ, ഒറ്റ കെട്ടിയോക്കും തിരിവില്ല. ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് തൂക്കി പിടിച്ചാൽ ഇത് എത്ര കിലോ അരി ഉണ്ട് എന്ന് നമ്മളെ പെണ്ണുങ്ങൾക്ക് തിരിവില്ല. കാരണം അത് അറിയണ്ട. പണ്ടത്തെ നമ്മളെ പണ്ടത്തെ ഉമ്മാര് അളന്നെടുക്കാതെ അളവറിയാതെ അരിയോ നമ്മൾ കൊണ്ടുവരുന്ന വസ്തുക്കളോ അവിടെ വെക്കുവോ? വെച്ചിന്ന് എത്രയാ പറയാ? അയ്മല നമ്മളെ സാധാരണക്കാരായ മരക്കൾക്ക് അമ്മായിമാരെ പറ്റാതെക്കല് 2 നായി എടുത്തോ, 3 നായി എടുത്തോ, 2 നായി ഉരിയിടുത്തോ, ഇങ്ങനെ ഇവര് പറയാ. ഈ പറഞ്ഞ അനുസരിച്ച് മരോള് ചെയ്തോണം. അതിന്റെ അപ്പുറം ചെയ്താൽ അപ്പൊ അമ്മായിമാന്റെ സ്വഭാവം ഉണ്ടറിയൂ. അതൊന്നും ഇപ്പൊ ഇന്നില്ല. ഇന്ന് ആ അളവുമില്ല, കണക്കുമില്ല. ഇങ്ങോട്ട് വാരുക, കയ്യിലിട്ട് വാരുക, ഒറ്റ കൊട്ടിട്ട് നിങ്ങൾ അകിലിട്ട് വെക്കുക. ബാക്കിയായാ കൊണ്ടുപോയി പൊട്ടുക, ബാക്കിയാ പിന്നെ അപ്പുറത്തും കൊടുക്കുക. ഒരു കാലുകൾക്ക് കൂടി കൊടുക്കാനും ഇല്ലല്ലോ. പിന്നെ ബാക്കി മുഴുവൻ കൊട്ടുക. ആർക്കാ പഴയത് വേണ്ടത്? പഴയതാരും ഉപയോഗിക്കൂല. ഉപയോഗിക്കാൻ വേണ്ടി പഴയതെങ്ങനെയും കൊടുക്കണോന്ന് ശാപം. ഈ രീതിയിൽ ഭക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ സമ്പ്രദായവും ശീലവും തന്നെ മാറി. നബി വിവരിക്കുന്നു, കീലു ത്വആമകും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ അളക്കണം. അളന്ന് വേണം തീമേൽ വെക്കാൻ, അളന്ന് വേണം വീട്ടിൽ സൂക്ഷിക്കാൻ. അളവ് കൃത്യമായിട്ട് വരണം. യുബാറക് ലക്കും ഫീ, അതിൽ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും. അളന്നുകൊണ്ട് വെക്കുന്നതിൽ ബർക്കത്തുണ്ട് എന്ന് നബി പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ആരോടാ ചോദിക്കാൻ? ബർക്കത്ത് ഡോക്ടർ പറഞ്ഞു തരുന്നതല്ല, അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായി കിട്ടുന്ന അദൃശ്യമായിട്ടുള്ള സഹായമായി അള്ളാഹു തആല പറയുന്ന ബർക്കത്ത് അതതിന്റെ വിതരണക്കാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു തരാണ്, ഞാൻ കൊണ്ടുവരുന്ന ഈ വസ്തുക്കൾക്ക് ബർക്കത്ത് എന്നത് ഞാനാ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. അത് വിതരണം ചെയ്യുന്ന ബർക്കത്ത് കിട്ടണോ ഭക്ഷണത്തിൽ അളന്നു വെക്കണം. ചിലത് അളക്കരുത് എന്ന് പറഞ്ഞതുണ്ടാവും ബർക്കത്തുള്ളത്. അത് അളക്കാതെ ബർക്കത്ത് തന്നെ ഇരിക്കും, അത് അളന്നാ പോകും. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തിരുന്ന ഒന്നുണ്ടായിരുന്നു. ആയിഷ ബീവി മാത്രമല്ല, നബിന്റെ വീടൊരു മുഴുവൻ തിന്നിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയാ, ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കാത്തു വഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് വേർപ്പെട്ടപ്പോ വതറക ഇൻദനാ ശൈഅൻ മിൻ ശഈർ, ഒരു ലേശം യവം ബാർലി അള്ളാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് ഒഴിച്ചിട്ട് തന്നിരുന്നു. ആ ഒഴിച്ചിട്ടത് മൂപ്പത്തിന്റെ ആവശ്യപ്രകാരമാണ്. ഞങ്ങൾക്ക് കഴിയാൻ എന്തെങ്കിലും വേണം. നബി തങ്ങൾ വഫാത്തായിട്ട് പിന്നെ കാലാകാലം കഴിയാൻ വല്ലതും കൊടുക്കാൻ കഴിയുമോ നബിക്ക്? അപ്പൊ നബി തങ്ങളോട് ആയിഷ ബീവി ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും അവിടുത്തെ പൊരുത്തത്തിന് വേണമെന്നാണ്. അപ്പൊ നബി തങ്ങൾ ഒരു ഷൈർ എന്താ അവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അവിടെ ഉള്ള ഷൈർ എന്നാ അത് പിടിച്ചോ. ഇത് നബി തങ്ങൾ പറയുന്നു, ഇതവിടെ കൊണ്ടുപോയി വെക്കണം, അളക്കരുത്. നിനക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കണം, ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് എടുക്കാം, ആവശ്യമുള്ളത്ര എടുക്കാം, നിങ്ങളത് അളക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ. ആയിഷ ബീവി അളക്കാതെ പോവുമായിരുന്നു. ഫമാസിൽന നഅ്കുലു മിൻഹു, ഞങ്ങൾ അതിൽ നിന്ന് തിന്നുകയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല, ആയിഷ ബീവിയും മറ്റ് സഹധർമ്മിണിമാര് വേറെ ആരൊക്കെ നബിതങ്ങളുടെ ഭാര്യമാരുണ്ടോ അവർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ആയിഷ ബീവി കൊടുത്തിരുന്നു. അങ്ങനെ അവർ ഉപയോഗിച്ചു വരുന്നു. അളക്കരുതേ എന്ന് പറഞ്ഞിരുന്നു അല്ലാഹുവിന്റെ റസൂല്. ഇത് വീട്ടിലെ പരിചാരകർക്ക് അറിഞ്ഞൂടല്ലോ. പരിചാരിക ഒരിക്കലും ഈ അക്ഷയ ഖനിയുടെ നിലയൊന്നും അറിയണല്ലോ. എത്രയായി ഇതിന്ന് എടുക്കുന്നത്? എത്ര എടുത്താലും എടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ ഈ സഞ്ചി അങ്ങനെ സുഭദ്രമായി നിൽക്കുന്നു. എന്താ ഇതിന്റെ കഥ എന്നറിയാം. 31 എടുത്ത് അളന്നു നോക്കി പരിചാരിക അളന്നു നോക്കി. ഹത്താ കാലത്തുഹുൽ ജാരിയ, എന്റെ വേലക്കാരത്തി അതൊന്നും എടുത്ത് അളന്നു. ഫലം അംഫനിയ, പിന്നെ തീരാൻ താമസം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തീർന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. വലൗലം തക്കിൽഹു,
നബി ഉപദേശിച്ചിരുന്ന ഉപദേശം അവൾക്കറിയില്ല. അവൾ അളന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇനിയും വളരെ കാലം ഞങ്ങൾക്ക് തിന്നാൻ ആ സഞ്ചി തന്നെ മതിയാകുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത ആ അക്ഷയ സഞ്ചിയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അളക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്ത ബർക്കത്താക്കപ്പെട്ട പാത്ര. ഞമ്മക്കൊന്നും അങ്ങനെ പാത്രം ആരും തന്നിട്ടില്ലല്ലോ. അത് അബൂ ഹുറൈറ തങ്ങൾക്കും കൊടുത്തിരുന്നു. അള്ളാന്റെ റസൂൽ അങ്ങനെ ഒന്ന് കാരക്ക ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഒരു ലേശം കാരക്കേറ്റാ മുബർ നബിന്റെ അടുക്കൽ ചെല്ലുന്നു, ഒരു ലേശം കാരക്ക. നബിയെ, എനിക്കൊരു സാധനം ഉണ്ടാക്കാനും അറിയില്ല, ഒരു സാധനം ഉണ്ടാക്കാനും കഴിയില്ല, അധ്വാനിക്കാനും പോകാറില്ല, ഇൽമോ നിറഞ്ഞ് നടക്കുന്ന ആളല്ല അബൂ ഹുറൈറ. എനിക്കൊരു ലേശം കാരക്ക തങ്ങൾ പൊരുത്തപ്പെട്ട് തരണം, ബർക്കത്തായിട്ട് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞാൽ തങ്ങളെ പൊരുത്തവും ബർക്കത്തും അതിൽ ഉണ്ടാവണമെന്ന്. ഞാൻ ഈ വടക്കെന്ന് പറയുന്ന ഭാഷ പറയാണ്. നമ്മളെ ബർക്കത്തിന് പോലും പറയാം പൊരുത്തം എന്നാണ്. ആ പൊരുത്തമായി പറയണം, അല്ലാതെ സമ്മതിച്ച് സംതൃപ്തിയോടെ തരിക എന്ന് പറഞ്ഞാൽ ആ ഭാഷയല്ല. പൊരുത്തമായിട്ട് തരണമെന്ന് തന്നെ മൂപ്പരന്റെ കൊണ്ടുപോയി കൊടുക്കുന്ന ഭാഗത്താണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ കയ്യിലുള്ളത് എന്താണ്? ചെറിയ ഒരു ഭാണ്ഡം, ചെറിയ കാരക്കിടുന്ന പാത്രമുണ്ട്, ഭക്ഷണം വെക്കുന്ന പാത്രം. എന്നാൽ അതിൽ വെച്ചോ ആ കാരക്ക, നിനക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് അങ്ങനെ എടുത്തോ, എത്ര വേണമെങ്കിലും എടുത്തോ, നീ വേണ്ടവരെ തീറ്റുകയും ചെയ്തോ. തെമിറാത്തുന്ന 10 താഴെ കാരക്കയിലുള്ളായിരുന്നു. 10 താഴെ കാരക്കകൾ മാത്രമുള്ള ആ കാരക്കയുടെ സഞ്ചി അള്ളാന്റെ റസൂൽ പറയുന്ന ഇഷ്ടം പോലെ എടുത്തോ എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ. പക്ഷേ അതിന്റെ ഉള്ളു നോക്കരുത്, അതിന് ഇങ്ങനെ എടുക്കണം. ഉള്ളു നോക്കരുത്, അതിന് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണമെന്ന്. ബുഖാരി മുസ്ലിം ഇതൊക്കെ ഏതോ മായാവിന്റെ കഥയൊന്നുമല്ല, ഇത് നടന്ന സംഭവങ്ങളാണ്. ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ നടന്ന സംഭവമാണ്. മഹാനായ അബൂ ഹുറൈറ തങ്ങളുടേതും നടന്ന സംഭവമാണ്. അവര് അത് തന്നെ ഉപയോഗിച്ചു. നബിന്റെ കാലത്തും സിദ്ദീഖ് എന്നവരുടെ കാലത്തും ഉമർ എന്നവരുടെ കാലത്തും അത് ഉപയോഗിച്ചു. വീണ്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും ഉപയോഗിച്ചിട്ട് മഹാൻ കൊല്ലപ്പെടുമ്പോഴേക്ക് കൊല്ലം എത്രയായി? 10-35 കൊല്ലം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ ശേഷം ഉസ്മാൻ എന്നവർ ഭരിച്ച ശേഷമുള്ള കൊല്ലം കൂട്ടിയാൽ നബി തങ്ങളുടെ ഈ കാലം 10-35 വർഷമായി. അത്രയും കാരക്കകൾ താൻ താണ്ടിയ യാത്രകളിലൊക്കെയും തിന്നു, യുദ്ധയാത്രകളിലൊക്കെയും തിന്നു, മറ്റുള്ളവരെ തീറ്റി സുഖകരമായി ഞാൻ ജീവിച്ചിരുന്നു. ഉസ്മാൻ എന്നവരെ കൊല്ലപ്പെട്ട ആ ലഹളയിലും കുഴപ്പത്തിലും ഉസ്മാൻ എന്നവരെ കൊല്ലപ്പെട്ടു എന്ന ദുഃഖത്തോടൊപ്പം എന്റെ സഞ്ചിയും പോയി. ലിന്നാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖി ഉസ്മാനി. എല്ലാവർക്കും ഇന്ന് ഒരു ഹമ്മേ ഉള്ളൂ. മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ മർദ്ദിതനായി അക്രമപരമായി കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ ഖലീഫ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനി മുതൽ ഫിത്നയായിരിക്കും നമ്മുടെ സമൂഹത്തിൽ. ആ ഹമ്മ് വിശ്വാസികൾക്കൊക്കെയുണ്ട്. വലി ഫിൽ യൗമി ഹമ്മാനി, എനിക്കാണെങ്കിൽ ഇന്ന് 2 ഹമ്മാണ്. ഹമ്മുൽ ജിറാബി വഹമ്മു ശൈഖി ഉസ്മാനി. ഒന്നെന്റെ അക്ഷയക്കാരൊക്കെ സഞ്ചീത നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാ എടുത്തതെന്ന് അറിയില്ല, എടുത്തോനും ഒരു കാര്യവും കിട്ടൂല. അബൂ ഹുറൈറക്ക് പോയും ചെയ്തു. എന്നാ എടുത്തോനത് കിട്ടും കരുതിയോ? അങ്ങനെയുണ്ട് ഓരോരോ സാധനങ്ങള്. വിലപ്പെട്ട ഓരോരുത്തരും ഓരോന്ന് ബർക്കത്തായി കൊടുത്താൽ അത് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കണ്ട. അങ്ങനത്തെ ഒക്കെ നമ്മൾ തട്ടിപ്പറിക്കാറുണ്ട്. ചിലപ്പോ ഏതെങ്കിലും ബർക്കത്തുള്ള ആൾക്കാർ ബർക്കത്തിന് വേണ്ടിയിട്ട് വല്ലതും ഒരുത്തന്റെ അടുത്ത് കൊടുത്താൽ എന്നാ ഓന്റെ ജീവിതമൊക്കെ ദുമ്മല, ഓന്റെ ഗുണം മുഴുവൻ ദുമ്മല, എന്നാ അതൊന്നും മെല്ലെ നമുക്ക് വസൂലാക്കുന്ന എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതി. ഇവനെ കിട്ടൂല ബർക്കത്ത്. ഇങ്ങനത്തെ ബർക്കത്തൊക്കെ കൊടുത്തോൽക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഇത് മോഷ്ടിച്ചവനോ തട്ടിപ്പറിച്ചവനോ എടുത്തോനോ അതിന്റെ വിലയറിയില്ല. എനിക്കതിന്റെയും ഹമ്മാകുന്നു എന്ന് അബൂ ഹുറൈറ പറഞ്ഞത് ഇത്തരം അക്ഷയ. ഈ തരത്തിലുള്ള അത്ഭുതകരമായ ബർക്കത്തുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അരിയും സാമാനവും ഭക്ഷണ വിഭവങ്ങളും ഒക്കെ അളന്ന് കൃത്യമാക്കിയിട്ട് എടുക്കണം, സൂക്ഷിച്ചു വെക്കുന്നതും വേണം. ബർക്കത്ത് കിട്ടുന്ന അള്ളാന്റെ റസൂലാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസ, അഹ്മദ് എന്ന് പറഞ്ഞ് നിവേദനം ചെയ്ത ഹദീസ്. അതുപോലെ തന്നെ ഭക്ഷണം ചൂടിലങ്ങോട്ട് തൊള്ള പൊള്ളണ ചൂടിൽ തിന്നരുത്. ചൂടില്ലാതെ തണുത്ത് തിന്നണമെന്നല്ല, തൊള്ള പൊള്ളണ ചൂടില്ല, ഉപദ്രവകരമായ ചൂട്. അത് തൊള്ള പൊള്ളൂ എന്ന് മാത്രമല്ല ബർക്കത്ത് പോക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞ അബിരിദൂ ബിത്താൻ ഫഇന്നഹു അഅ്ളമു ലിൽ ബർക. വന്ന ചൂടുള്ള ഭക്ഷണം തണുക്കാൻ കാത്തിരിക്കണം നിങ്ങൾ. അങ്ങനെ തണുപ്പിച്ച് തിന്നുന്നതാണ് ബർക്കത്തിന് ഏറ്റവും നല്ലത്. അഹ്മദ്, തൊബറാനി, ഹാക്കിം, ബൈഹഖി ഒക്കെ നിവേദനം ചെയ്ത ഹദീസ്. അതുപോലെ തന്നെ ഭക്ഷണം ഒരുക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ ഭക്ഷണം തിന്നുമ്പോ ആയത്തുൽ കുർസി ഓതണം ഭക്ഷണത്തുമേ. പണ്ടൊക്കെ മാരത് ചെയ്തിരുന്നു. അടുപ്പത്തേക്ക് വെക്കുമ്പോ ആയത്തുൽ കുർസി.
എന്റെ ഉമ്മപെങ്ങന്മാരെ, ആയത്തുൽ കുർസി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? നിസ്കരിച്ചതിന്റെ ശേഷം നമ്മൾ ചൊല്ലുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശറഫാക്കപ്പെട്ട ഏറ്റവും മുന്തിയ ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹുവിന്റെ കുർസിയെ പറയുന്ന ആയത്ത്. ആ ആയത്ത് ഭക്ഷണത്തിന്റെ മേൽ പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് അത്തൻ നബിയ്യ ഫശക്കാ ഇലൈഹി, ഒരാൾ റസൂലുള്ളാഹിനോട് വന്ന് അന്യായം പറഞ്ഞു. എന്താണ് അന്യായം? അന്ന മാ ഫീ ബൈതിഹി മംഹൂഖും മിനൽ ബറക, അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഒന്നിനും ബർക്കത്തില്ല, ഒക്കെ കുരുത്തം കെട്ടത്. തിന്നണിയിലുമില്ല, കുടിക്കണിയിലുമില്ല, കുട്ടികളിലുമില്ല, മക്കളിലുമില്ല, എല്ലാം ബർക്കത്തില്ലാത്തത് എന്നാണ് അന്യായം. ഫഖാൽ, നബി തങ്ങൾ ചോദിച്ചു, ഐന അന്ത മിൻ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയും നീയും തമ്മിൽ എങ്ങനെയുണ്ട് ബന്ധം? നീ പതിവാക്കാറുണ്ടോ? അതെപ്പോഴും ചൊല്ലാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് മുമ്പിൽ അയാൾ മൗനിയായി. ബാക്കി ഉത്തരം അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. നബി പറഞ്ഞു, മാ തുലിയത് അലാ ത്വആമിൻ വലാ ഇദാം ഇല്ലാ അൻമല്ലാഹു ബറകത ദാലിക ത്വആമി വൽ ഇദാം. നീ ഏതൊരു ഭക്ഷണത്തിന്റെ മേൽ മാ തുലിയത്, നീ ഓതണമെന്നില്ല. അല്ലാണ്ട് റസൂൽ വിവരിക്കുന്നു നോക്കി, മാ തുലിയത്, ആയത്തുൽ കുർസി ഓതപ്പെടുന്നില്ല. അലാ ത്വആമിൻ, ഒരു മുഖ്യ ഭക്ഷണത്തിന്റെ മേൽ, ധാന്യഭക്ഷണത്തിന്റെ മേൽ, ചോറാവട്ടെ കറിയാവട്ടെ, വലാ അലാ ഇദാം, കൂട്ടാനാവട്ടെ കറിയാവട്ടെ, ഏത് ആഹാരങ്ങളുടെ മേലും ആയത്തുൽ കുർസി ഓതപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലാ അൻമല്ലാഹു ബറകത ദാലിക ത്വആമി വൽ ഇദാം, ആ ഭക്ഷണത്തിന്റെയും കറിയുടെയും കൂട്ടാനിന്റെയും ബറക്കത്ത് അല്ലാഹു തആല വളർത്തും. അപ്പൊ ആയത്തുൽ കുർസി ഓതിയാൽ എങ്ങനെയാ വളരാന്ന് നിഷേധി ചിന്തിക്കരുത്. അള്ളാഹുവിൽ നിന്ന് ഔദാര്യമായി കിട്ടുന്ന അദൃശ്യമായ സഹായമാണ് ബറക്കത്ത്. ആ ഔദാര്യം അള്ളാന്റെ റസൂലാ പറയുന്നത്. ബറക്കത്ത് കിട്ടാൻ ആയത്തുൽ കുർസി ഭക്ഷണത്തിൽ ഓതണം. അരി വേവിക്കാൻ വെക്കുമ്പോ, കൂട്ടാൻ വെക്കുമ്പോ, കറി വെക്കുമ്പോ, പപ്പടം പൊരിക്കുമ്പോ, മീൻ പൊരിക്കുമ്പോ നിങ്ങൾ ഇത് ചൊല്ലിയാൽ ബറക്കത്തുണ്ടാവും. ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടായാൽ അത് കഴിക്കുന്നവർക്കൊക്കെ ബറക്കത്തുണ്ടാകും. അത് കഴിക്കുന്ന ആളുകൾ താമസിക്കുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് കിട്ടേണ്ട പോഷണങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇതും പാലിക്കേണ്ട ഒന്നാണ്.